ഇന്ത്യൻ സിനിമയിലെ ബ്രഹ്മാണ്ഡ സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ അത് എസ് രാജമൗലിയാണ്. അദ്ദേഹത്തിന്റെ പുതിയ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റുകളും വലിയ രീതിയിലായിരുന്നു സ്വീകരിക്കപ്പെട്ടത്. ഇപ്പോൾ ഇതാ ആ സിനിമയുടെ ഒഫീഷ്യൽ ലോഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഔദ്യോഗികമായി ആ സിനിമയുടെ പേര് പ്രഖ്യാപിക്കപ്പെട്ടു. ഹൈദരാബാദിൽ നടന്ന വലിയ ചടങ്ങിലാണ് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വ്യക്തമായത്. ആ സിനിമയുടെ ഒഫീഷ്യൽ നെയിം ഉൾപ്പെടെ അതിന്റെ ഒരു ടീസർ ഉൾപ്പെടെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാം ചിന്തിക്കുന്നതിനും എത്രയോ അപ്പുറത്തുള്ള ഗ്രാൻഡ് വിഷ്വലാണ് രാജമൗലി നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ഇന്ത്യൻ സിനിമയുടെ അവതാർ എന്നൊക്കെയാണ് പേഴ്സണലി ഒരു ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അത്രയ്ക്കും ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടിയാണ് രാജമൗലി ഒരുക്കി വെച്ചത്. ഏതാണ്ട് ഒരു വർഷത്തോളം എടുത്താണ് ഈ സിനിമയുടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ടീസർ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കുറച്ച് വിഷ്വലുകൾ മാത്രമാണ് കാണിച്ചത്. അതിലൊടുക്കം നായകന്റെ എൻട്രിയുമാണ്. മഹേഷ് ബാബു ഒക്കെ ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള ഒരു പെർഫെക്ഷനോട് കൂടിയാണ് ആ ഫ്രെയിമിലേക്ക് വന്നു കയറിയത്. എന്തായാലും ഇന്ത്യൻ സിനിമയുടെ റേഞ്ച് മാറ്റുന്ന, ഇന്ത്യൻ സിനിമയെ ലോക സിനിമയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിനിമയായിരിക്കും വാരണാസി എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത്രത്തോളം വിഷനുള്ള ഡയറക്ടറാണ് രാജമൗലി എന്ന് എടുത്ത് പറയേണ്ടതില്ല. പൃഥ്വിരാജ് ഉൾപ്പെടെ ആ വേദിയിൽ സംസാരിച്ചവരെല്ലാം എസ് രാജമൗലി ഈ സിനിമയിലൂടെ കാണിച്ചു തരാൻ പോകുന്ന ബ്രഹ്മാണ്ഡ വിസ്മയത്തെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. കീരവാണിയുടെ സംഗീതവും അതിന് മാറ്റുകൂട്ടുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ സിനിമയും ലോക സിനിമയും ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു വിസ്മയമായിരിക്കും വാരണാസി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ സിനിമയുടെ ജെയിംസ് കാമറൂൺ ആണ് രാജമൗലി എന്നുള്ള വിശേഷണമൊക്കെ അദ്ദേഹത്തിന് ബാഹുബലി സമയം മുതൽക്ക് തന്നെ കിട്ടിയതാണ്. ബാഹുബലി കഴിഞ്ഞ് അദ്ദേഹം ചെയ്ത RRR ആ പ്രതീക്ഷ നിലനിർത്തുകയും ഓസ്കാർ വേദിയിൽ വരെ കയറുകയും അംഗീകാരങ്ങൾ നേടുകയും ചെയ്തു. പിന്നീട് അത് കഴിഞ്ഞു വരുന്ന സിനിമ ഏതായിരിക്കും എന്നുള്ളതിനായിരുന്നു വലിയ കാത്തിരിപ്പ്. മഹേഷ് ബാബുവും പൃഥ്വിരാജും പ്രിയങ്ക ചോപ്രയും രാജമൗലിയും കീരവാണിയും എല്ലാവരും ഉൾപ്പെടെ വരുന്ന ഒരു സിനിമ ഇന്ത്യൻ സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റായിട്ടാണ് തോന്നിയത്. അത്രയ്ക്കും ഗംഭീര വിഷ്വലുകളാണ് കഴിഞ്ഞ ദിവസം ടീസറിലൂടെ എല്ലാവരും കണ്ടിട്ടുള്ളത്. എന്തായാലും കാത്തിരിക്കാം ഇന്ത്യൻ സിനിമയുടെ എസ് രാജമൗലിയുടെ ആ വിസ്മയ ചിത്രത്തിനായി.